6.5 പതിറ്റാണ്ടിലേറെക്കാലം കേരളത്തിലെ സ്പോർട്സിന്റെ ഭാഗഭാക്കായ എം.കെ. രാജരത്നത്തിന്റെ സ്മൃതിദിനം വിപുലമായി ആചരിക്കാൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. ഏപ്രിൽ 26-ന് വിവിധ പരിപാടികളോടെ നടക്കുന്ന ആഘോഷത്തിനായി സ്വാഗത സംഘ രൂപീകരണ യോഗം ജവഹർ പബ്ലിക് ലൈബ്രറി ഹാളിൽ നടന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ ഉദ്ഘാടനം ചെയ്തു. ഇന്നും പകരം വെക്കാനില്ലാത്ത വ്യക്തിത്വത്തിനുടമയാണ് എം.കെ. രാജരത്നം എന്ന് ഏവരും അനുസ്മരിച്ചു. അദ്ദേഹം കണ്ണൂരിലെ കായിക മേഖലയെ പരിപോഷിപ്പിക്കാൻ നിതാന്ത ജാഗ്രതയോടെ നിന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ കണ്ണൂരിന്റെ ആ വേദിയിൽ ഒരുപക്ഷെ വലിയ തിളക്കത്തോടെ വിരാജിച്ച രത്നം എന്ന പേര് തന്നെ അദ്ദേഹത്തിന് അന്വർത്ഥമാകുന്ന തരത്തിൽ, അതാണ് ഞാൻ തിളക്കം എന്ന പദം ഉപയോഗിച്ചു. ആ വലിയ തിളക്കം സ്വയംഭൂവായി നമുക്ക് നൽകിയ ഒരു വലിയ പ്രതിഭയായിരുന്നു രാജേട്ടൻ. അദ്ദേഹത്തിന്റെ ആ ഓർമ്മകൾ കണ്ണൂരിന് അസ്തമിക്കാൻ അനുവദിക്കില്ല എന്ന് നിങ്ങൾ ഇവിടെ കൂടിയ സജ്ജനങ്ങളും സംഘാടകരും തീരുമാനിച്ചിരിക്കുന്നു. ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, കണ്ണൂരിലെ എലൈറ്റായ ക്ലാസ് ആണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്, വേദിയിലിരിക്കുന്നത്. നിങ്ങൾ വിചാരിച്ചാൽ, പ്രത്യേകിച്ചും നിങ്ങൾ പിന്തുടരുന്ന ഒരു ശൈലിയുണ്ട്, ആ ശൈലിയുമായി മുന്നോട്ട് പോയാൽ നിങ്ങൾ എന്താണോ രാജരത്നാട്ടന്റെ ഓർമ്മകൾക്ക് അല്ലെങ്കിൽ അതിന്റെ അനുസ്മരണത്തിൽ ഉപയോഗിക്കുന്നത്, അതിൽ ലക്ഷ്യം വെക്കുന്നത്, അത് വളരെ വേഗത്തിൽ പൂർത്തീകരിക്കപ്പെടും എന്ന കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹത്തിന്റെ ചരമദിനമായ ഏപ്രിൽ 26-ന് നടക്കുന്ന പരിപാടിയിൽ മുൻ സ്റ്റേറ്റ് ഗുസ്തി ചാമ്പ്യൻ സയ്യിദ് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിക്കും. രാജരത്നവുമായുള്ള 1960-കളിലെ ഓർമ്മകൾ മുൻ സ്റ്റേറ്റ് ഗുസ്തി ചാമ്പ്യനായ രാജസേനൻ N.P. മുരളി രാഷ്ട്രീയ സാമൂഹ്യ ബന്ധങ്ങളെപ്പറ്റിയും സദസ്സിന് ഹൃദ്യമായി വിവരിച്ചു കൊടുത്തു. P.K. ജനാർദ്ദനൻ, വേണുഗുരുക്കൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ നിസാമുദ്ദീൻ, മുഹമ്മദ് ഫൈസൽ, പ്രൊഫസർ ജഗന്നാഥൻ, ഷാഹിൻ പള്ളിക്കണ്ടി എന്നിവർ സംസാരിച്ചു. ഏപ്രിൽ 26 എന്നത് നമ്മുടെ ആദരണീയ ഗുരുനാഥനായിരുന്ന ശ്രീ എം.കെ. രാജരത്നത്തിൻ്റെ, നമ്മുടെ സ്വന്തം രത്നാട്ടൻ്റെ 13ാം ആണ്ട് തികയുന്ന ദിവസമാണ്. അന്നത്തെ ദിവസം വിപുലമായ കണ്ണൂരിലെ സ്പോർട്സേതര കാര്യങ്ങളിൻ്റെ ചടങ്ങുകളോടുകൂടി മുൻ ഗുരുക്കന്മാരെ ആദരിക്കുന്നതും സൗത്ത് ഇന്ത്യ കേരളത്തിലെ മറ്റ് ഗുസ്തിക്കാരുടെ നോക്കൌട്ട് മത്സരങ്ങളും, ഈ വർഷം കണ്ണൂരിൽ നിന്നും ചാമ്പ്യന്മാരായ സ്റ്റേറ്റ് ചാമ്പ്യൻസായ ആൺ പെൺ കുട്ടികൾക്ക് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു മൊമെൻ്റോയും ക്യാഷ് പ്രൈസും, അതുപോലെ തന്നെ ആദരണീയരായ ഇന്നത്തെ പഴയകാല ഗുസ്തി ചാമ്പ്യന്മാർ സ്റ്റേറ്റ് ലെവൽ, നാഷണൽ ലെവൽ പാർട്ടിസിപ്പേറ്റൻ്റ് ആയിട്ടുള്ള 60 മുതലുള്ള ചാമ്പ്യന്മാർ ഇന്ന് കണ്ണൂരിലുള്ളവർക്കും അല്ലാത്തവർക്കും പ്രത്യേക ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർക്കുന്നുണ്ട്. അവർക്കും ഒരു പ്രത്യേക ആദരണീയ ചടങ്ങ് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. രാജരത്നത്തിന്റെ പത്നി വീണ രാജരത്നവും സഹോദരന്മാരായ M.K. ഗോപിനാഥ്, M.K. അരുൺകുമാർ, സഹോദരി ശ്യാമള സുരേന്ദ്രൻ, മകൻ റിജി രാജരത്നവും ചടങ്ങിൽ പങ്കെടുത്തു. സുരേഷ് തമ്പാൻ സ്വാഗതവും സജീവൻ ചെല്ലൂർ ആശംസകളും നേർന്നു. സ്വാഗത കമ്മിറ്റി രക്ഷാധികാരികളായി K. സുധാകരൻ MP, മുസ്ലിം മഠത്തിൽ അഡ്വക്കേറ്റ് P. ഇന്ദിര, T.O. മോഹനൻ, സുരേഷ് ബാബു എളയാവൂർ, പ്രകാശൻ പയ്യനാടൻ, സ്റ്റേറ്റ് ഗുസ്തി അസോസിയേഷൻ പ്രസിഡന്റ് നിസാമുദ്ദീൻ, O.K. വിനീഷ്, വേണുഗുരുക്കൾ, സയ്യിദ് അബ്ദുൽ ഖാദർ, ഗുസ്തി ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഫൈസൽ, ഷാഹിൻ പള്ളിക്കണ്ടി, സുരേഷ് തമ്പാൻ, സജീവൻ ചെല്ലൂർ, C.K. രാജൻ എന്നിവരെ തെരഞ്ഞെടുത്തു.